ഹായ്, ഞാൻ ഡോക്ടർ മിനി റിച്ചാർഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫൈബ്രോമയാൾജിയ എന്ന കണ്ടീഷനെ കുറിച്ചാണ്. ആക്ച്വലി ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ അതിന് മറുപടി തരാമെന്ന്. അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അത് ഫൈബ്രോമയാൾജിയെക്കുറിച്ച് ചെയ്യണമെന്ന്. ആക്ച്വലി ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന കണ്ടീഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാസകലം നമുക്ക് വേദന അനുഭവപ്പെടുക, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, ക്ഷീണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും നമുക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. എന്തോ വലിയ ഉറക്കം പൂർത്തിയായില്ല. ഇപ്പം നമ്മൾ ഒരുപാട് 5-8 മണിക്കൂർ കിടന്നുറങ്ങിയാൽ പോലും നമുക്ക് തോന്നും ഉറക്കം പൂർത്തിയായിട്ടില്ല, ഇനിയും കുറച്ച് നേരം കൂടി കിടന്നുറങ്ങണം, ക്ഷീണമാണ്. അങ്ങനെ തോന്നുന്നതും ശരീരം മുഴുവൻ വേദനിക്കുക, അത് ജോയിൻ്റ് ആണോ അതോ മസിലാണോ നമുക്കത് തിരിച്ചറിയില്ല. ഫുൾ ബോഡി പെയിൻ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസത്തിലധികം നാൾ തുടർന്ന് നിൽക്കുന്ന കണ്ടീഷനെയാണ് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. ഈ ഫൈബ്രോമയാൾജിയ ഉണ്ടാവുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡ്, അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഫൈബ്രോമയാൾജിയ എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. അതിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴെങ്കിലും മുൻപുണ്ടായിട്ടുള്ള ഒരു വേദന, അത് ചിലപ്പോൾ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവോ അതല്ലെങ്കിൽ സർജറിയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പെയിൻ എന്നും നമ്മുടെ നാഡീ വ്യവസ്ഥയിൽ അതിൻ്റെ ഒരു മെമ്മറി ഉണ്ട്. പക്ഷേ ആ പെയിൻ പിന്നീട് നമുക്ക് ആ വേദനയില്ല, കാരണം കഴിഞ്ഞു എന്നിരുന്നാൽ പോലും ചെറിയ എന്തെങ്കിലും സ്റ്റിമുലേഷൻ, എന്തെങ്കിലും ഒരു വേദന നമുക്ക് വരികയാണ്. ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് മുട്ടുവേദന വന്നു, പക്ഷെ ആ മുട്ടുവേദനയുടെ നോർമലായിട്ടുള്ള പെയിനിന് പകരം നമുക്ക് ശരീരം മുഴുവനും വേദനിക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേദന സംവേദനം ചെയ്യുന്ന ഞരമ്പില്ല, സിനാപ്റ്റിക് ജോയിൻ്റ് എന്ന് പറയും, അവിടെ ഉണ്ടാകുന്ന രാസവസ്തുക്കളുടെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വേദന പറയുകയാണ്, മരുന്ന് കഴിക്കുന്നു, പെയിൻ കില്ലർ എടുക്കുമ്പോൾ കുറയും, പിന്നെയും എന്നും വേദന. നമ്മൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുക, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുകയോ MRI എടുക്കുകയോ ഇതൊക്കെ എടുത്തിട്ടും ശരിക്കും നമുക്ക് കാരണമൊന്നുമില്ല. അപ്പോൾ പൊതുവിൽ നമ്മൾ പറയും ഇത് വെറുതെ ചെയ്യുന്നതാണ്, അഭിനയമാണ്, നാടകമാണ്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഒരു തരം അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് പൊതുവിൽ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ വ്യക്തിക്ക്, അതായത് ആരാണോ ഈ ഫൈബ്രോമയാൾജിയ പേഷ്യൻറ്റ്, അവർക്ക് അനുഭവപ്പെടുന്ന വേദന ശരിക്കും അവർ അനുഭവിക്കുന്നുണ്ട്. അതായത് ചെറിയ വേദന വന്നാലും അവരുടെ ശരീരം, അവരുടെ നാഡീവ്യവസ്ഥ അത് വലിയ വേദനയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഈ കണ്ടീഷൻ എന്താണ് ചികിത്സ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കംപ്ലീറ്റ് ക്യൂറായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷേ ചില മരുന്നുകൾ പൊതുവിൽ ഞരമ്പുകൾക്ക്, നമ്മൾ ഇപ്പോൾ ഞരമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡി എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാഡീവ്യൂഹത്തിന് നമ്മൾ ചില മരുന്നുകൾ അതിനെ ഉത്തേജിപ്പിക്കുന്നതും അതിൻ്റെ ഇൻഹിബിറ്റേഴ്സായിട്ടൊക്കെയുള്ള മരുന്നുകളുണ്ട്. ഇങ്ങനെയുള്ള മരുന്നുകളാണ് ശരിക്കും ഇതിൽ ഇഫക്റ്റീവ്. നമ്മളിപ്പോൾ നോർമൽ പെയിൻ കില്ലറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് സമയത്തേക്ക് ആശ്വാസം കിട്ടുന്നല്ലാതെ അതിൽ നിന്ന് വലിയൊരു വ്യത്യാസം വരില്ല. പക്ഷേ നമ്മൾ ഈ ഇൻഹിബിറ്റേഴ്സായിട്ടുള്ള മരുന്നുകളൊക്കെ, നാഡീവ്യവസ്ഥയ്ക്കുള്ള മരുന്നുകൾ എടുത്തു കഴിയുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ പ്രധാനമായിട്ടും ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ ഉണ്ടാവും, അത് ഫുൾ ബോഡി പെയിനാണ്. അതുപോലെ തന്നെ ഉറക്കം, എത്ര നമ്മൾ ഉറങ്ങിയാലും നമുക്ക് ആ ഒരു ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പിന്നെ മൂന്നാമത് നമുക്ക് അനുഭവപ്പെടുന്നത് ക്ഷീണം, നല്ല ക്ഷീണമായിരിക്കും, ഒന്നും ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവില്ല. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പറ്റില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ജോലിയൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഫ്രസ്ട്രേറ്റഡായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ആയുർവേദത്തിൽ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദത്തിലുള്ള മരുന്നുകളും ഇതുപോലെ തന്നെ നമ്മുടെ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതും അതിനെ സംവേദനത്തിന്, നോർമലായിട്ടുള്ള സംവേദനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന മരുന്നുകളാണ്. അതിൽ ഒന്നാമത്തെ മരുന്ന് ബലാരിഷ്ടം. ബലാരിഷ്ടം നമുക്ക് 6 ടീസ്പൂൺ, അതായത് 1 ഔൺസ് 30 ml 2 നേരം ആഹാരത്തിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസത്തേക്ക് അടുപ്പിച്ച് കഴിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് വ്യത്യാസം വരും. പിന്നെ ഒരു മരുന്നാണ് കൈശോര ഗുഗുലു. ഈ കൈശോര ഗുഗുലു എന്ന് പറയുന്ന മരുന്ന് വേദനയ്ക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ റുമാറ്റിക് ഡിസോർഡേഴ്സിൻ്റെ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അതിന് ഈ വേദനയും ഈ ഫൈബ്രോമയാൾജിയ, മസ്കുലാർ പെയിനൊക്കെ കുറയ്ക്കാനുള്ളൊരു കഴിവുണ്ട്.
അതുപോലെ തന്നെ മറ്റു മരുന്നുകൾ, വാദത്തിന് നമ്മൾ കൊടുക്കുന്ന മരുന്നെല്ലാം തന്നെ ഇപ്പോൾ ചുവന്നരത്ത കഷായം, രാസനേരണ്ടാതി കഷായം പോലെയുള്ള മരുന്നുകളൊക്കെയും നമുക്കിതിൽ ഇഫക്റ്റീവാണ്. പക്ഷേ മരുന്നുകളുടെ ഇഫക്റ്റീവ്നെസ് ഒരു പരിധിവരെയേ ഉള്ളൂ. ഇതിന് നമ്മൾ എങ്ങനെയാണ് ഈ രോഗത്തെ മറികടക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. കാരണം ഇത് ശരിക്കും നമുക്കൊരു രോഗത്തിന് കാരണമുണ്ടെങ്കിൽ പോലും ഇത് ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട്, പാരമ്പര്യമായിട്ട് കണ്ടുവരാറുണ്ട്. ഈ രോഗം കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് നമ്മൾ ഈ രോഗത്തിൽ നിന്ന് മാറ്റുക, മറ്റ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക. അതുപോലെ തന്നെ ചിട്ടയായ ജീവിത രീതി, നല്ലതുപോലെ എക്സസൈസ്, വ്യായാമം. ഇപ്പം നമ്മൾ പറയും അടുക്കള ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നവരെ എനിക്ക് ജോലിയാണ്. അങ്ങനെയുള്ള ജോലിയല്ല. നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസിനും ആയാസം കിട്ടത്തക്ക രീതിയിൽ, വ്യായാമം കിട്ടത്തക്ക രീതിയിൽ നമ്മളൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമത്തിനായിട്ട് ചിലവഴിക്കുക. അതെല്ലാ ജോയിൻസിനും മൂവ്മെൻറ്റ് കൊടുക്കുക, നടക്കുക, അതുപോലെ അല്ലെങ്കിൽ നീന്തൽ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നല്ല ഒരു വ്യായാമത്തിൽ ഏർപ്പെടുക. നമ്മൾ ഉറക്കം ട്രെയിൻ ചെയ്യുക. ഉറക്കം ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 1 മണിക്ക് ഉറങ്ങി രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതല്ല. കൃത്യസമയത്ത് ഉറങ്ങുക. അത് മാക്സിമം 11 മണിക്ക് മുമ്പ് നമ്മൾ ഉറങ്ങണം. ഉറങ്ങുന്നതിനൊരു 2 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞിരിക്കണം. 2 മണിക്കൂർ മുമ്പ് വരേക്കും നമ്മൾ എക്സസൈസ്, അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം കഫീൻ അടങ്ങിയത്, അതായത് കോഫി പോലെയുള്ള മറ്റ്. പക്ഷേ ഈ കണ്ടീഷന് നമ്മൾ മരുന്ന് കൊണ്ട് ഇതിനൊരു ക്യൂർ ഇല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം മരുന്ന് കഴിച്ച് ഇതിനെ നമ്മൾ രോഗത്തെ മറികടക്കുക എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ ചിട്ടയായ ജീവിത രീതി, ചിട്ടയായ വ്യായാമം, നല്ല ഭക്ഷണം, മനസ്സ് ശാന്തമാക്കി വയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ രോഗാവസ്ഥയിൽ വലിയൊരു ചേഞ്ച് വരുത്താൻ കഴിയും. ഇതിലാദ്യം പറഞ്ഞത് ചിട്ടയായ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം, അതാണ് ഒന്നാമത്തെ കാര്യം. ഉറക്കം എപ്പോഴും നമ്മൾ രാത്രി 11 മണിയാകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിയിരിക്കണം. അതുപോലെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം എപ്പോഴാണോ, 6 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാം. ഉറക്കം നല്ലപോലെ ശാന്തമായിട്ട്, മനസ്സ് കാമായിട്ട്, കംപ്ലീറ്റ് സ്ലീപ്പ് കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ റൂം ക്രമീകരിക്കുക. അതായത് ഏറ്റവും ഡാർക്കായിട്ടുള്ള ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ, ഡിസ്റ്റർബിങ് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് എല്ലാ ഗാഡ്ജറ്റ്സും ഓഫ് ചെയ്ത് വയ്ക്കുക. മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഓഫ് ചെയ്യുക. ഡിജിറ്റലായിട്ട് ഒന്നിലും നമ്മൾ ഇൻവോൾവ് ആവരുത്. ഭക്ഷണം കഴിക്കുന്നത് മുൻപ്, അതായത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് ഒരു 2-3 മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിച്ച് ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുക. ഉച്ചയ്ക്ക് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം കഫീൻ അടങ്ങുന്ന പദാർത്ഥങ്ങൾ ഒന്നും തന്നെ കഴിക്കാതിരിക്കുക. അതായത് കോഫി പോലെയുള്ള പാനീയങ്ങളൊന്നും കുടിക്കാതിരിക്കുക. അതുപോലെ നമുക്ക് വ്യായാമം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ത്രീകളാണെങ്കിൽ പറയും ഞങ്ങൾ അടുക്കളപ്പണി ചെയ്യുന്നതാണ്, ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല വ്യായാമം. ചിട്ടയായ ഒരു സമയം അതിനുവേണ്ടി ക്രമീകരിക്കുക. നമ്മുടെ എല്ലാ മസിൽസും, ശരീരത്തിൻ്റെ എല്ലാ ജോയിൻസും മൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള ചെറിയ ചെറിയ വ്യായാമ മുറകൾ നമ്മൾ തന്നെ കണ്ടെത്തുക. അത് നമ്മൾ ഡെയിലി ചെയ്യുക, മടുപ്പ് കൂടാതെ. പിന്നെ ഈ രോഗത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണം ഇമോഷണൽ സ്ട്രെസ്സാണ്. മനസ്സ് ഈ രോഗവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ഏറ്റവും ശാന്തമാക്കി നിർത്താൻ നമുക്ക് നല്ല ഹോബീസ്, പ്രാർത്ഥന, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ശീലിക്കുക. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ശീലിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഫൈബ്രോമയാൽജിയ എന്ന കണ്ടീഷനെ നമുക്ക് മറികടക്കാൻ കഴിയും. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സപ്പോർട്ട് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു കുറ്റപ്പെടുത്തൽ, അതായത് ഇത് വെറുതെ വേദന അഭിനയിക്കുകയാണ്, എത്ര ഡോക്ടർമാരെ കണ്ടു, എന്തെല്ലാം മരുന്ന് ചെയ്തു, എന്നിട്ടും പിന്നെയും ഇത് തന്നെ വേദന, ഇത് തന്നെ പല്ലവി, ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇങ്ങനെ വേദന അഭിനയിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തുന്ന വീട്ടുകാരുണ്ടെങ്കിൽ അത് നമുക്ക് നിർത്തണം. കാരണം ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, ഫൈബ്രോമയാൽജിയ. അവർ ആ വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവരോട് കൂടുതൽ സപ്പോർട്ടീവായിട്ട് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു.